അസ്സലാമലൈക്കും. പരീക്ഷാ കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് സഞ്ചരിക്കുന്നത്. ഒരുപാട് സ്കോളർഷിപ്പ് എക്സാമുകളും മറ്റു എക്സാമുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷയിൽ വിജയിക്കാനും ഉയർന്ന മാർക്ക് കിട്ടാനും പഠിച്ചത് മറന്നു പോകാതിരിക്കാനും പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാനും നല്ല കോൺഫിഡൻസ് വരാനും ടെൻഷൻ ഇല്ലാതെ എക്സാം എഴുതാനും ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു നോക്കണേ. എല്ലാവരും എക്സാമിന് തയ്യാറെടുത്ത് കഴിഞ്ഞതിന് ശേഷം വലിയ കുട്ടികൾ ഈ പറയുന്നത് സ്വയം ചെയ്യണം. ചെറിയ കുട്ടികളാണെങ്കിൽ ഉമ്മമാർ ചെയ്തു കൊടുക്കണം. പഠിക്കുന്നതോടൊപ്പം ഇതും കൂടി മുന്നോട്ട് കൊണ്ടുപോയാൽ ഇൻഷാ അല്ലാഹ് എല്ലാം റാഹത്താവും, വിജയിക്കും. പഠിച്ചത് മറക്കില്ല, പരീക്ഷയ്ക്ക് നല്ലതുപോലെ എഴുതാൻ കഴിയും, ഒരു ടെൻഷനും ഉണ്ടാവില്ല. തോതിയാൽ ഒരു പ്രത്യേക ധൈര്യം കിട്ടും, ഒട്ടും ടെൻഷൻ ഉണ്ടാവില്ല. ഉദ്ദേശിക്കുന്നതിന് അപ്പുറം വിജയം ലഭിക്കും. രാവിലെ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നവർ അത് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം സൂറത്ത് ഫത്ഹ് ഒരു പ്രാവശ്യം ഓതി വലത് കൈ നെഞ്ചിൽ വെച്ച് യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ എന്ന് 71 പ്രാവശ്യം ചൊല്ലുക. ശേഷം അലം നശ്റഹ് സൂറത്ത് 7 പ്രാവശ്യവും. ഇതുപോലെ ഇന്ന് മുതൽ എക്സാം കഴിയുന്നത് വരെ അല്ലെങ്കിൽ റിസൾട്ട് വരുന്നത് വരെ ഇത് പതിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വിജയം ഉറപ്പാണ്. പഠിക്കുന്നത് മറക്കില്ല, പഠിക്കാനുള്ള താല്പര്യം വർദ്ധിക്കും. ഒട്ടും ടെൻഷനില്ലാതെ കൂളായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. ഒരുപാട് അനുഭവങ്ങളിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞതാണിത്. എന്നും എക്സാം ആകുന്നു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കാര്യം ഞാൻ ചെയ്യാൻ തുടങ്ങും. റിസൾട്ട് ആകുന്നത് വരെ അല്ലെങ്കിൽ എന്താ ഉദ്ദേശമാകുന്നത് വരെ നാം ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒട്ടും ടെൻഷനില്ലാതെ ഒട്ടും ഭയമില്ലാതെ എക്സാം എഴുതാനും പഠിച്ചത് മറക്കാതിരിക്കാനും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇനിയും നല്ല നല്ല ഒരുപാട് അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.